ഹലോ നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി മുറ്റടിക്കാൻ കേട്ടോ, രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റൊക്കെ അടിക്കണം. അപ്പോൾ ഇത് കണ്ടിട്ട് ചന്ദ്രമതി ഓടി വന്നത് ആ ചൂലൊക്കെ വാങ്ങിച്ചിട്ട് സ്വയം അടിക്കുകയാണ് കേട്ടോ. മോള് പോയി റെസ്റ്റ് എടുത്തോ, കാലിന് വയ്യാത്തല്ലേ, ഇതൊക്കെ അമ്മ ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പാറുമ്മോ എന്ന് പറയുന്നുണ്ട്. മുറ്റടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി ചാണകം തെളിക്കണം എന്ന് പറയും കേട്ടോ. അത് ചാണകം മുറ്റത്ത് തെളിക്കണം, അതെങ്ങനെ തെളിക്കാന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തെളിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ രവീന്ദ്രനൊക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കയ്യിലെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി തെളിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും അമ്മയ്ക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടോ. വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചാണകം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ചാണകം എടുത്തുകൊണ്ടിട്ട് വടി വെച്ചിട്ടൊക്കെ ഇളക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിരൽ വെച്ചിട്ടൊക്കെ ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, കൈയിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിക്കാമെന്ന്. ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് തീരെ ചെയ്തിട്ടില്ലാത്ത ഭയങ്കര അറപ്പോട് കൂടിയിട്ട് അടക്കം അങ്ങനെ തെളിക്കാണ് കേട്ടോ. ഇത് കണ്ടിട്ട് സച്ചയ്ക്കൊക്കെ അത്ഭുതം തോന്നാണ്ട് ഇത് എന്താ സംഭവിക്കണേന്നുള്ളത്. അതിന് രേവതിയുടെ കയ്യിലൊക്കെ ഒന്ന് നുള്ളുന്നുണ്ട്, സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ, ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നുള്ളിയാണെന്ന് പറയുമ്പോൾ തിരിച്ച് രേവതി ഒരു നുള്ള് സച്ചിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അനങ്ങാതെ ഇങ്ങനെ നിന്നായൊരു നുള്ളു കൊള്ളണ കാണുമ്പോൾ രേവതി ചോദിക്കും നിങ്ങൾക്ക് വേദന ഒന്നും ഇല്ലയെന്ന് ചോദിക്കാൻ കേട്ടോ. പറഞ്ഞു ഞാൻ ഇപ്പോഴത്തെ ഈ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല, എന്നാലല്ലേ എനിക്ക് വേദന എടുക്കുമെന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഒരുപാട് പണികളൊക്കെ ചന്ദ്രൻ എടുക്കുന്നുണ്ട് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട്. ഇതേ സമയം ദേവു ആണെന്നുണ്ടെങ്കിൽ ശ്രീദേവുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഫോൺ മറന്നു വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോൺ കൊണ്ടുകൊടുക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ ശ്രീ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദേവുവിന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന സമയത്താണ് ഫോണിലേക്ക് വർഷ വിളിക്കുന്നത്. അപ്പോൾ വർഷ വിളിക്കുമ്പോൾ ദേവു അത് ഫോണൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയ്ക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരികയാണ്. കാരണം ശ്രീയോട് ഒരു പ്രത്യേക അടുപ്പം വർഷയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു പെണ്ണ് ഞങ്ങൾക്ക് ഇടയിലേക്ക് വന്നല്ലോ എന്നുള്ളൊരു സംശയമൊക്കെ വർഷയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാം.